ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ നമ്മുടെ ചാനലിന് പുതിയ ലോഗോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ട് നെവിൻ ആൻഡ് വർഷയാണ് ഇത് പ്രസന്റ് ചെയ്തത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദം. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ മുട്ടക്കറിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നാടൻ വറുത്തരച്ച മുട്ടക്കറി, എന്റെ ഫേവറേറ്റ് മുട്ടക്കറിയാണിത്. അപ്പൊ നമുക്കിത് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, നാൻ, പെറോട്ട, ചോറ്, അങ്ങനെ ഇതിനൊക്കെ വളരെ നല്ല കോമ്പിനേഷൻ ആണിത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഈ എമ്മി വറുത്തരച്ച മുട്ടക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ അതിനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ആദ്യം ഞാനൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയത്, 3-4 ചുവന്ന ഉള്ളി മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് സ്പൈസസ് ചേർക്കാം. 1 ഏലക്കായ തൊലി മാറ്റി അതിന്റെ കുരു മാത്രം ചേർക്കുന്നുണ്ട്. ഇനി 2 ഗ്രാമ്പു, ഒരു വളരെ ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു മീഡിയം പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. ഇപ്പൊ സ്പൈസസ് ഒന്നും തന്നെ കൂടിപ്പോവാതെ നോക്കണേ, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ സ്പൈസസിന്റെ കുത്ത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇനി നമുക്ക് തേങ്ങ ഒന്നെങ്കിലും ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. അപ്പൊ ഇത് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പൊ ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സറിന്റെ ചെറിയ ജാറിലിട്ടിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഞാൻ സെയിം കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർക്കാം. 2 പച്ചമുളക് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഇനി ഈ സവാള ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പുതിയ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ അരച്ചു വെച്ചത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് ഒരു സിം ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരക പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു 5 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമില് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മുട്ടക്കറിയിലോട്ട് കടുക് താളിച്ചൊഴിക്കാം. അപ്പൊ ഇങ്ങനെ കടുക് താളിച്ചൊഴിക്കുമ്പോഴാണ് ആ ഒരു മുട്ടക്കറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റ് ആണ്. ഇത് കണ്ടോ, നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം നാടൻ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. കമന്റ്സ് അറിയിക്കുക. അപ്പൊ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.